Dear students, അടുത്തായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോയിഡ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. വോയിഡ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എംപ്റ്റി സ്പേസ് എന്നൊക്കെ പറയും. See, void എന്ന് പറഞ്ഞാൽ എന്താണ്? It's the free space or empty space during the close packing. Okay, it is the free space or empty space during the close packing. അതായത് ക്ലോസ് പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിളുകളെ ക്ലോസ് പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് അടുക്കി വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്താണ് ഫ്രീ സ്പേസിനെ ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു ഫ്രീ സ്പേസിനെ ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രീ സ്പേസിനെ വിളിക്കുന്ന പേരാണ് വോയിഡ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഫ്രീ സ്പേസ് ഓർ എംപ്റ്റി സ്പേസ് ഡ്യൂറിംഗ് ദ ക്ലോസ് പാക്കിംഗ് ഓഫ് ദി പാർട്ടിക്കിൾ ക്ലോസ് പാക്കിംഗ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് കോൾഡ് വോയിഡ്സ് എന്ന് പറയും. സി ദർ ആർ ടു ടൈപ്പ് ഓഫ് വോയിഡ്സ്. നമുക്ക് രണ്ട് തരത്തിലുള്ള വോയിഡുകളാണുള്ളത്. ഒന്നാമത്തെ അറിയപ്പെടുന്ന പേര് ടെട്രാഹൈഡ്രൽ വോയിഡ്സ്. ഓക്കെ, ടെട്രാഹൈഡ്രൽ വോയിഡ്സ് എന്ന് പറയും. രണ്ടാമത് അറിയപ്പെടുന്ന പേര് ഓക്ടാഹൈഡ്രൽ വോയിഡ്സ് എന്ന് പറയും. ഓക്കെ, ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്ടാഹൈഡ്രൽ വോയിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള വോയിഡ് ഉണ്ട്. ഒന്ന് ടെട്രാഹൈഡ്രൽ വോയിഡ് ആണ്, മറ്റൊന്ന് ഓക്ടാഹൈഡ്രൽ വോയിഡ് ആണ്. അപ്പോൾ ടെട്രാഹൈഡ്രൽ വോയിഡ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ ആ പാക്കിംഗ് എഫിഷ്യൻസിന്റെ നമ്മൾ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ 3 പാർട്ടിക്കിൾ ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ഒരു ട്രയാങ്കുലർ സ്പേസ് ഉണ്ടാവും. അതിന്റെ മുകളിൽ ഒരു പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്പേസ് ആണ് ഫ്രീ സ്പേസ് ആണ് ടെട്രാഹൈഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഒക്ടാഹൈഡ്രൽ വോയിഡ്. അപ്പോൾ ടെട്രാഹൈഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫ്രീ സ്പേസ് ഓർ എംപ്റ്റി സ്പേസ് ഇൻ ടെട്രാഹൈഡ്രൽ ഷേപ്പ്. ഓക്കെ, ദ ഫ്രീ സ്പേസ് ഓർ എംപ്റ്റി സ്പേസ് ഇൻ ടെട്രാഹൈഡ്രൽ ഷേപ്പ്. ടെട്രാഹൈഡ്രൽ ഷേപ്പിൽ അല്ലെങ്കിൽ ടെട്രാഹൈഡ്രൽ ആകൃതിയിൽ ഷേപ്പിൽ ഉണ്ടാകുന്ന ഫ്രീ സ്പേസിനെ അല്ലെങ്കിൽ എംപ്റ്റി സ്പേസിനെയാണ് ടെട്രാഹൈഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. The free space അല്ലെങ്കിൽ empty space in tetrahedral manner is called tetrahedral void. അപ്പോൾ octahedral void എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടായതെന്ന് അറിയാം. അതായത് നമ്മൾ ഈ പറയുന്ന എന്താണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ പാർട്ടിക്കിൾ വെക്കുന്നു. ഇവിടെ 2 പാർട്ടിക്കിൾ മുകളിൽ, ഒരു പാർട്ടിക്കിൾ താഴെയാണ് വെച്ചിട്ടുള്ളത്. ഇനി 2 പാർട്ടിക്കിൾ താഴെയും 1 പാർട്ടിക്കിളെ മുകളിലും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എംപ്റ്റി സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്ന് പറയും. എന്താ പറയാ? ഒക്ടാഹൈഡ്രൽ void എന്ന് പറയും. So what do you mean by octahedral void? The free space or empty space in octahedral manner അല്ലെങ്കിൽ in octahedral shape is known as octahedral void. The free space or empty space in octahedral shape is known as free space or empty space in octahedral shape is known as octahedral void എന്ന് പറയും. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, അതായത് if the number of particles is n, then 2n number of tetrahedral voids are there. If ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. if number of particles is n, അതായത് പാർട്ടിക്കിളിന്റെ എണ്ണം n ആണെങ്കിൽ there are 2n number of tetrahedral voids. അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണം n ആണെങ്കിൽ അവിടെ എത്ര ടെട്രാഹൈഡ്രൽ വോയിഡുകൾ ഉണ്ടായിരിക്കും? 2n ടെട്രാഹൈഡ്രൽ വോയിഡ്സ് ഉണ്ടായിരിക്കും. If the number of particles are 100, then how many tetrahedral voids are there? 200 tetrahedral voids are there. അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണം n ആണെങ്കിൽ 2n tetrahedral voids ഉണ്ടായിരിക്കും if the number of particles equal to n. Okay, if the number of particles equal to n, അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണം n ആണെങ്കിൽ 2n tetrahedral voids are there. If the number of particles are n, then n number of octahedral voids. അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണം n ആണെങ്കിൽ n number of octahedral void ഉണ്ടാവും.
റെഡി ആണല്ലോ പറഞ്ഞത്. പാർട്ടിക്കിൾസിന്റെ എണ്ണം n ആണെങ്കിൽ n നമ്പർ ഓഫ് ഒക്ടാഹൈഡ്രൽ വോയിഡ് ഉണ്ട്. അതായത് പാർട്ടിക്കിൾസിന്റെ എണ്ണം 100 ആണെങ്കിൽ ഒക്ടാഹൈഡ്രൽ വോയിഡ്സിന്റെ എണ്ണം എത്രയായിരിക്കും? 100 തന്നെ ആയിരിക്കും. പാർട്ടിക്കിൾസിന്റെ എണ്ണം n ആണ് 100 ആണെങ്കിൽ ടെട്രാഹൈഡ്രൽ വോയിഡ്സിന്റെ എണ്ണം എത്ര ഉണ്ടാവും? 200 ടെട്രാഹൈഡ്രൽ വോയിഡ് ഉണ്ടാവും. കാരണം 2n ടെട്രാഹൈഡ്രൽ വോയിഡ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2n ടെട്രാഹൈഡ്രൽ വോയിഡ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. n ആണ് പാർട്ടിക്കിളിന്റെ എണ്ണമെങ്കിൽ 2n ടെട്രാഹൈഡ്രൽ വോയിഡ്സ് ആർ there. n ആണ് പാർട്ടിക്കിൾസിന്റെ എണ്ണമെങ്കിൽ n നമ്പർ ഓഫ് ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് ആർ there. ഓക്കെ, സോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് വോയിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയും. പാക്കിംഗ് എഫിഷ്യൻസി എന്താണ്? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് നോക്കൂ. പാക്കിംഗ് എഫിഷ്യൻസി, പാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്യൂളുകൾ നമ്മൾ അടുക്കി വെക്കുന്നതിനാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. അതിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് occupied by the sphere or occupied by the particle in a unit cell is known as packing efficiency. So what is the definition of packing efficiency? The percentage of total space occupied by the sphere. Who is sphere? Sphere എന്ന് പറഞ്ഞാൽ ആരെയാണ്? സ്പിയർ എന്ന് പറയുന്നത് നമ്മളെ പാർട്ടിക്കിൾസിനെയാണ്. ഓക്കെ, particles in a unit cell is called packing efficiency. അതിനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഡെഫിനേഷൻ? എന്താണ്? ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് occupied by the sphere in a unit cell is called പാക്കിംഗ് എഫിഷ്യൻസി. യൂണിറ്റ് സെല്ലിൽ ഈ പാർട്ടിക്കിള് അതിൻ്റെ എത്ര ശതമാനം, എത്ര ഭാഗം അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് സ്പേസ് യൂസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. പാക്കിംഗ് എഫിഷ്യൻസി, ശ്രദ്ധിക്കുക, പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ്. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു നമ്മൾ എങ്ങനെയാണ് എത്ര പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ്, വോളിയം ഒക്യുപ്പൈ ചെയ്തതിന്റെ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ വോളിയം ഓഫ് ദ സ്പിയർ സ്പിയർ എന്ന് പറഞ്ഞാൽ ആരാണ്? പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സ്പിയർ ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മളെ പാർട്ടിക്കിളിന്റെ വോളിയം എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആ യൂണിറ്റ് സെല്ലിന്റെ വോളിയം എത്രയാണോ അത്, വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിന്റെ ആകെ വോളിയം ഇൻറ്റു 100. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ദ പാക്കിംഗ് എഫിഷ്യൻസി. ഇതാണ് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാക്കിംഗ് എഫിഷ്യൻസി ഒഴിവാക്കി പാക്കിംഗ് ഫ്രാക്ഷൻ ആണെങ്കിൽ, പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയും. പാക്കിംഗ് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെർസെൻറ്റേജിന്റെ 100 അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. സോ ദ ഇക്വേഷൻ ബിക്കം വോളിയം ഓഫ് ദ സ്പിയറിന്റെ വോളിയം എത്രയാണോ അത് ഡിവൈഡഡ് ബൈ വോളിയം of the unit cell. So this is the equation to calculate the packing fraction. Packing efficiency in the equation ennaanu volume of the sphere divided by volume of the unit cell into 100 എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് സെല്ലിന്റെ എത്ര ഭാഗം അല്ലെങ്കിൽ എത്ര വോളിയം നമ്മളെ പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ട് അതിനെയാണ് അല്ലെങ്കിൽ അതിന്റെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എല്ലാവർക്കും ഒരേപോലെ അല്ല. അതെങ്ങനെയാണ് നോക്കൂ, നമ്മൾ പറഞ്ഞ വോളിയം ഓഫ് ദ സ്പിയർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിൽ പലതരത്തിലുണ്ട്. ബോഡി സെന്റേർഡ് ഉണ്ട്, പ്രിമിറ്റീവ് ഉണ്ട്, ഫേസ് സെന്റേർഡ് ഉണ്ട്, അല്ലെ? ഇപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആണെങ്കിൽ പാർട്ടിക്കിൾ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? കോർണറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രം പാർട്ടിക്കിൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പാക്കിംഗ് എഫിഷ്യൻസി എന്താണ്? ബോഡി സെന്ററിൽ ഉണ്ടാകുന്നതിനേക്കാൾ വ്യത്യാസം ഉണ്ടാവും, അല്ലെ? കാരണം എന്താ? ബോഡി സെന്ററിൽ എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് ദ ബോഡിയിൽ കൂടി ഒരു പാർട്ടിക്കിൾ വരും. ഫേസ് സെന്റർ എന്ന് പറഞ്ഞാലോ കോർണറിലും ഉണ്ടാവും പ്ലസ് ഫേസിന്റെ സെന്ററിലും ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ആ യൂണിറ്റ് സെല്ലിൽ ഉൾക്കൊള്ളുന്ന വോളിയം അല്ലെങ്കിൽ അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിന്റെ അളവ് മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്
അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയും ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയും ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ഒക്കെ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നോക്കാം. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും, അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയും. സോ ഫസ്റ്റ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പ്രിമിറ്റീവ് ആണ് കേട്ടോ. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. എന്താ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? പാർട്ടിക്കിൾസ് ആർ ലൊക്കേറ്റഡ് ഓൺലി അറ്റ് ദ കോർണർ ഓഫ് ദ യൂണിറ്റ് സെല്ലാണ്. എന്ന് വെച്ചാൽ എന്താ? യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ, എല്ലാ സ്ഥലത്തും പാർട്ടിക്കിൾ ഉണ്ടാവില്ല, ഓൺലി അറ്റ് ദ കോർണർ. ഞാൻ അതിന്റെ പിക്ചർ ഒന്ന് ജസ്റ്റ് വരക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. സോ ഇതാണ് അതിന്റെ പിക്ചർ. ശ്രദ്ധിക്കുക, അതിൽ ഈ കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ടാവും, ഈ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും. കോർണറുകളിൽ മാത്രം പാർട്ടിക്കിൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എല്ലാ കോർണറിലും 8 കോർണർ ഉണ്ടാവും, 8 കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ആ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ മൊത്തം പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്രയാ? ഒരു കോർണറിന് 1/8 ഭാഗമാണ് കിട്ടുക. അങ്ങനെ 8 കോർണർ ഉള്ളത്. അങ്ങനെ അതിനകത്ത് ആകെ ഒരു പാർട്ടിക്കിളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആകെ ഉൾക്കൊള്ളുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്ത് കൊള്ളുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം ആകെ ഒരു പാർട്ടിക്കിളാണ്. 8 കോർണർ ഉണ്ടെങ്കിലും ഒരു കോർണറിന് 1/8 ഭാഗമേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിവേ, ഞാൻ ഇനി ആ ഒരു കോർണറിന്റെ അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ക്യൂബിക്കിന്റെ ഒരു ഫേസ് മാത്രം എടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഫേസ് മാത്രം ഞാൻ എടുക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഒരു ഫേസ് മാത്രമാണ് എടുക്കുന്നത്. ആ ഒരു ഫേസിൽ പാർട്ടിക്കിള് ഉണ്ടായിരുന്നു. പാർട്ടിക്കിൾ ഇതാണ്. പാർട്ടിക്കിൾ ഞാൻ വലുതാക്കി വരച്ചു. നമ്മൾ ചെറുതാക്കിയാണ് വരച്ചിരുന്നത്, ഞാൻ വലുതാക്കി വരച്ചു പാർട്ടിക്കിൾ. റൈറ്റ്, ഇതാണ് പാർട്ടിക്കിൾ. ഇങ്ങനെ ഉണ്ടാവുക വിചാരിക്കാം. അപ്പോൾ ഈ പറയുന്ന സൈഡിന്റെ ലെങ്ത്തിനെ ഞാൻ എ, അല്ലെങ്കിൽ നമ്മളെ ക്യൂബായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ ക്യൂബിലെ ഒരു ഫേസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്, ഇതാണ് നമ്മുടെ യൂണിറ്റ് സെൽ. ഈ യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത്തിനെ ഞാൻ എ എന്ന് പറയും അല്ലെ? ആ എഡ്ജ് ലെങ്ത് ക്യൂബിക് ആയതുകൊണ്ട് എന്റെ അളവും ബിന്റെ അളവും സിന്റെ അളവും ഒക്കെ സെയിം ആയിരിക്കും. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എ എന്ന് കൊടുക്കാം, അപ്പൊ ഇതിന് എ കൊടുക്കാം, ഇതിന് എ എന്ന് കൊടുക്കാം. റൈറ്റ്, എല്ലാ അളവുകളും ഈക്വൽ ആണ്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി എന്നാണ് ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ ആവുമ്പോൾ. ഈ അളവിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എഡ്ജ് ലെങ്ത് എ എന്ന് പറയും. എഡ്ജ് ലെങ്ത് എ. ഇത് നോക്കി, അപ്പൊ ഈ പാർട്ടിക്കിൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം എന്താണ്? ഈ സ്പിയറിന്റെ ഈ പാർട്ടിക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഞാൻ ഇതിനെ ആർ എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെ അതിന്റെ റേഡിയസ് ആണ്, അതിനെ ആർ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ എഡ്ജ് ലെങ്ത് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറാണ് അല്ലെ? എത്ര ആറാണ്? 2 ആറ് കൂട്ടിയതാണ് ഒരു എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷനിലേക്ക് വരാം. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു എന്തായിരുന്നു പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ? വോളിയം ഓഫ് ദ സ്പിയർ. വോളിയം ഓഫ് ദ സ്പിയർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. വോളിയം ഓഫ് ദി പാർട്ടിക്കിൾ. സ്പിയറിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. സ്പിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ് സ്പിയറിന്റെ വോളിയം. ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആയതുകൊണ്ട് എത്ര പാർട്ടിക്കിൾ ഉണ്ടാവുക? ഒരു പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സ്പിയറിന്റെ വോളിയം നമ്മൾ ഇവിടെ എഴുതിയാൽ മതി. റെഡി? ഓക്കെ, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ക്യൂബിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ എഡ്ജ് ലെങ്ത് എ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ വോളിയം വരുന്നത് എന്തായിരിക്കും? എ ക്യൂബ് ആയിരിക്കും. ടോട്ടൽ വോളിയം വരുന്നതായിരിക്കും എ ക്യൂബ് ആയിരിക്കും. ഇൻറ്റു 100 ആണ് അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ. ഇനി നമുക്കറിയാം ആറും എയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രമാണ് പാർട്ടിക്കിൾ ഉണ്ടാവുക. അവിടെ ആറും എയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? എ ഈക്വൽ ടു 2r ആണ്. എ ഈക്വൽ ടു എന്താണ്? 2r ആണ്. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എ ഈക്വൽ ടു 2r. എ ഈക്വൽ ടു 2r ആണ്. ഈ ഒരു പിക്ചർ നമുക്ക് മനസ്സിലായി. നമ്മൾ എ ഈക്വൽ ടു 2r എന്നുള്ളത് ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ദെയർഫോർ ദ ഇക്വേഷൻ ബിക്കം നമുക്ക് എങ്ങനെ എഴുതാം? പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു പാക്കിംഗ് എഫിഷ്യൻസി പി ഇ എന്ന് ഞാൻ ഇടുന്നു. പാക്കിംഗ് എഫിഷ്യൻസി ഷോർട്ടാക്കിയിട്ടതാണ്. അങ്ങനെ ഷോർട്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, വലിച്ചു വാരി എഴുതുന്നില്ല. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ കൃത്യമായിട്ട് തന്നെ എഴുതാം. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു എന്ത് എഴുതാം? 4/3 പൈ ആർ ക്യൂബ്. ഞാൻ അതേപോലെ തന്നെ എഴുതുന്നു. 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ഡിവൈഡഡ് ബൈ
ഡിവൈഡഡ് ബൈ ഇൻറ്റു ഒരു 100 ഉണ്ട് ഇവിടെ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എക്ക് പകരം ഞാൻ എന്ത് കൊടുക്കണം 2r എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 2r ശ്രദ്ധിക്കുക 2r ഓൾ ക്യൂബ് എന്ന് വരും 2r ഓൾ ക്യൂബ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്ന് എന്താണ് സോൾവ് ചെയ്യാൻ പോവാണ്. 4/3 πr ക്യൂബ് അതേപോലെ തന്നെ എഴുതി 4/3 πr ക്യൂബ് ഇൻറ്റു ഇവിടെ ഒരു 100 ഉണ്ട് ഡിവൈഡഡ് ബൈ 2ന്റെ ക്യൂബ് 8 എന്ന് വരും, 6ന്റെ ക്യൂബ് r ക്യൂബ് എന്ന് വരും. റെഡി? ഓക്കെ, അപ്പൊ ഈ r ക്യൂബ് താഴെ ഉണ്ട്, r ക്യൂബ് മുകളിലുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ആ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നത് എന്താ നോക്കാം. 4/3 π ഉണ്ടാവും. സോ 4 ഓക്കെ 4/3 π ഇൻറ്റു 100 വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ താഴത്തെ ഒരു 8 ഉണ്ട്. ഓക്കെ, ആ താഴത്തായിട്ട് നേരെ മേലേക്ക് കയറുന്നു. സോ ദ ഇക്വേഷൻ ബിക്കം 4/24 ഇൻറ്റു പൈ ഇൻറ്റു 100 എന്നാണ്. ഓക്കെ, 4/24 ഇൻറ്റു പൈ ഇൻറ്റു 100 എന്നാണ് വരിക. സി 4ഉം 24 നമുക്ക് കട്ട് ചെയ്യാം. മുകളിൽ ഒരു പ്രാവശ്യം, താഴെ 6 പ്രാവശ്യം. ഓക്കെ, സോ 1 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു π/6 ഇൻറ്റു 100 എന്ന് വരും. π/6 ഇൻറ്റു 100 എന്ന് വരും. സി പൈൻ്റെ വാല്യൂ എത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൈ? പൈയുടെ വാല്യൂ വരുന്നത് 3.14 ആണ്. സോ 3.14 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 52%. 52.4% ആണ് വരിക. സോ ദ ആൻസർ വിൽ ബി 52.4%. അതായത് ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ മൊത്തം ഈ സ്പിയർ ഉണ്ടെങ്കിലും ആ സ്പിയറിന്റെ എല്ലാ സ്പേസിലും കൂടി പാർട്ടിക്കിൾ ഉണ്ടാവില്ല. അതിന്റെ 52.4% സ്പേസിൽ മാത്രമേ പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ. ബാക്കി സ്പേസ് ഒക്കെ എംപ്റ്റി ആയിട്ട് കിടക്കായിരിക്കും, ഫ്രീ ആയിട്ട് കിടക്കായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിന്റെ എന്ത് കിട്ടും? പാക്കിംഗ് ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ 100 ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.52 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് 0.524 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയും ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ്. ഓക്കെ.